ഡൊണാൾഡ് ട്രംപ് ബെന്യാമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഇറാൻ ആണവ ചർച്ചകൾ, ഗാസ വെടിനിർത്തൽ തുടങ്ങി പലതും ചർച്ചയായി. വൈറ്റ് ഹൌസിൽ തിടുക്കത്തിൽ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയിൽ നിരവധി നിർണായകമായ ജിയോപൊളിറ്റിക്കൽ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. ഓവൽ ഓഫീസ് ചർച്ചയിൽ ട്രംപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയപ്പോൾ നെതന്യാഹു പലപ്പോഴും രഹസ്യമായി സംസാരിച്ചു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പ്രധാന വിഷയങ്ങളിൽ നെതന്യാഹു പല പരാമർശങ്ങളും നടത്തി. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ, ഗാസ വെടിനിർത്തൽ ചർച്ചകൾ, തുർക്കിയുമായുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ട്രംപ് ഉത്തരം നൽകി. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ പ്രാദേശിക സ്ഥിരതയെ ബാധിക്കുന്നതും രൂപപ്പെടുത്തുന്നതുമായ പ്രധാന വിഷയങ്ങളിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള യോജിപ്പും വിയോജിപ്പും ചർച്ചയിൽ പ്രകടമായിരുന്നു. നേതാക്കളുടെ ചർച്ചയിലെ ചില സുപ്രധാന സംഭവങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ഇറാൻ ആണവ ചർച്ചകളായിരുന്നു. ശനിയാഴ്ച മുതൽ ഇറാനുമായി ആണവ പദ്ധതിയെക്കുറിച്ച് US നേരിട്ട് ചർച്ചകൾ ആരംഭിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇത് ട്രംപിന്റെ 2ാം ടേമിലെ തെഹ്റാനുമായുള്ള ആദ്യ സുപ്രധാന നയതന്ത്ര ഇടപെടലാണ്. പ്രതിനിധി സംഘത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ സ്ഥിതി അപകടത്തിലാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റാൻ ഒരു അപകടകരമായ സൈനിക നടപടിക്ക് നെതന്യാഹു വാദിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് US അംഗീകാരം നൽകണമെന്ന നെതന്യാഹുവിന്റെ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് ഈ ഒരു നടപടിക്കുള്ള അഭ്യർത്ഥന. ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന് പറയുന്നത് ഉയർന്ന അപകട സാധ്യതയുള്ളതും അതുപോലെ ദീർഘകാലമായ ആണവ വ്യാപനം തടയാൻ സാധിക്കാത്തതുമായ ഒരു ഓപ്ഷനാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ മോഹങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന ഇസ്രായേലിന്റെ നിലപാട് നെതന്യാഹുവും ആവർത്തിച്ചു. അടുത്തത് ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. ഗാസ മുനമ്പിൽ പുതിയ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനും ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും US ശ്രമിച്ചു വരികയാണ്. ജനുവരിയിലെ വെടിനിർത്തൽ തകർന്നതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ഗാസയിൽ പുതിയ വെടിനിർത്തൽ നടത്താനുള്ള ശ്രമങ്ങളെ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 22 ഇസ്രായേലികളും ഒരു US ഇസ്രായേൽ പൗരനായ എഡാൻ അലക്സാണ്ടറും ഉൾപ്പെടെ ഹമാസ് ഇപ്പോഴും തടവിലാക്കിയിരിക്കുന്ന 59 ബന്ദികളുടെ മോചനത്തിൽ വാഷിംഗ്ടൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. പലസ്തീനുകളെ പുറത്താക്കി ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുകയെന്ന വിവാദ പദ്ധതി ട്രംപ് ആവർത്തിച്ചു. ഗസയുടെയും പലസ്തീൻ പുനരധിവാസത്തിന്റെയും മേൽനോട്ടത്തിനായി ട്രംപിന്റെ വിവാദ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ബന്ദികളെ വീണ്ടെടുക്കലും ഹമാസിന്റെ ഉന്മൂലനവും എന്ന തന്റെ ഇരട്ട ലക്ഷ്യങ്ങൾ നെതന്യാഹുവും ഊന്നൽ നൽകി. ഇനി ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പുതുതായി ഏർപ്പെടുത്തിയ 17% പരസ്പര തീരുവ ഒഴിവാക്കാൻ നെതന്യാഹു ശ്രമിച്ചതോടെ വ്യാപാര സംഘർഷങ്ങൾ ഉയർന്നു വന്നു. ട്രംപ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ പരസ്പര തീരുവ പരിഹരിക്കാൻ നെതന്യാഹു ശ്രമിക്കുകയും വ്യാപാര കമ്മി പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേലിന് വാർഷിക US സൈനിക സഹായമായി $4 ബില്യൺ നൽകുന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ ഓർമ്മപ്പെടുത്തൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിടേണ്ടി വന്നു. നെതന്യാഹുവിന്റെ അപ്പീലുകൾ ഉണ്ടായിരുന്നിട്ടും താരിഫുകൾ താൽക്കാലികമായി നിർത്താൻ ട്രംപ് ഒരു ചായ്വും കാണിച്ചില്ല. പോരാതെ ചൈനീസ് ഇറക്കുമതി തീരുവ 54% ഉയർത്തുമെന്ന് ഭീഷണിയും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ചർച്ചയിൽ ഉയർന്നു വന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് തുർക്കി ഇസ്രായേൽ സംഘർഷങ്ങൾക്കുള്ള ഒരു പരിഹാരമായിരുന്നു. സിറിയയിൽ തുർക്കിയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ ആശങ്ക പ്രകടമായിരുന്നു. പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഭീകര സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ ഉൾപ്പെടുത്തി ഒരു പരിവർത്തന സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. തുർക്കി സൈന്യത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സിറിയൻ വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള സമീപകാല ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. തുർക്കിയുമായി ഇസ്രായേലിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് കഴിയുമെന്ന് എർദോഗാനുമായുള്ള തന്റെ ബന്ധത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു. ട്രംപിന്റെ മധ്യസ്ഥതാ പങ്കിനെ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തു. അടുത്ത സുപ്രധാന വിഷയം എന്ന് പറയുന്നത് റഷ്യ-യുക്രൈൻ സംഘർഷമായിരുന്നു. പരിമിതമായ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും റഷ്യ-യുക്രൈൻ പോരാട്ടത്തിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ കാരണം റഷ്യയെ US താരിഫുകളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും യുക്രൈനിന് കയറ്റുമതിയിൽ 10% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിലും ബ്ലാക്ക് സീ ഷിപ്പിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് US മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നിട്ടും ഇരു രാജ്യങ്ങളും ഇപ്പോഴും ഭ്രാന്തന്മാരെ പോലെ ബോംബാക്രമണം നടത്തുകയാണ്. അതൊരു നല്ല സാഹചര്യമല്ല എന്നും ട്രംപ് പറഞ്ഞു. ഇറാനെയും ഹമാസിനെയും നേരിടുന്നതിൽ ട്രംപും നെതന്യാഹുവും ഐക്യം പ്രകടിപ്പിച്ചപ്പോൾ റിപ്പബ്ലിക്കൻ നേതാവ് അധികാരമേറ്റതിനു ശേഷം US ഇസ്രായേൽ ബന്ധങ്ങളിലെ അടിസ്ഥാന സങ്കീർണതകളെക്കുറിച്ച് വ്യാപാരത്തിലും പ്രാദേശിക തന്ത്രത്തിലുമുള്ള വ്യക്തമായ വ്യത്യാസങ്ങൾ ചർച്ച സൂചിപ്പിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള പ്രതിസന്ധികൾക്കിടയിൽ US ഇസ്രായേൽ ബന്ധത്തിന്റെ ഒരു ബാലൻസിനെയും ചർച്ച പ്രതിഫലിപ്പിക്കുന്നു.